നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ലെജൻഡ് ഓഫ് ഓച്ചി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനാണ്. ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്ന ആക്ച്വലി ഞാൻ കണ്ട ഓഡിയനെക്കുറിച്ച് പറയാനാണ്. അതാണ് മെയിൻ ഉദ്ദേശം. ഇപ്പം ലെജൻഡ് ഓഫ് ഓച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിയേർഡ് വേർഷൻ ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഫാൻറ്റസിയും മാജിക്കും ഈവൻ റിയൽ ലൈഫോട് മിക്സ് ആയിട്ടുള്ളൊരു വളരെ ഗംഭീരമായ രീതിയിൽ സിനിമോട്ടോഗ്രാഫിയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗുഡ് ലുക്കിംഗ് മൂവിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇമോഷണലി അത്ര പോരാന്നും എനിക്ക് വേറെ തോന്നി. ഒരു ഭയങ്കര ഹോളോ ആണ് ഇൻസൈഡ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ അവർ ഉദ്ദേശിച്ചത് എന്നാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഭയങ്കര നല്ലതാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എല്ലാവരുടെയും അഭിനയമൊന്നും ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് സിനിമയോട് അങ്ങനെ തോന്നിയില്ല. പിന്നെ ക്രീച്ചർ, അതിലുള്ള ആ ജീവി, ചെറിയ ബേബി ആയിട്ടുള്ള ആ ജീവനെ കാണിച്ചത്, ഒച്ചി എന്ന സ്ഥലത്ത് കാണിച്ചത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര പിക്ചറസ്ക്യാണ്. പിന്നെ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ നല്ല രസമുണ്ടായിരുന്നു. സറൗണ്ട് അത്യാവശ്യം നല്ലതായിരുന്നു. ഇതൊക്കെ കൊള്ളാം. പക്ഷേ സിനിമ എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നിയില്ല. ഒരു മസ്റ്റ് വാച്ച് ഒന്നുമല്ല. പിന്നെ ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്. 1.85 അല്ല, എനിക്കൊന്ന് 1.66 അങ്ങനെ റേഷ്യോ ആണ്. കാരണം ഫ്ലാറ്റ് സ്ക്രീനിൽ പോലെ 2 സൈഡിൽ ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ അതാണ്. സിനിമ ഭയങ്കര ഗംഭീരമൊന്നുമല്ല, നിർബന്ധമൊന്നുമില്ല കാണണമെന്ന്. പിന്നെ ഇത് കളിക്കുന്നത് PVR കൊച്ചി ലുലുമാൾ ഓടി 3യിലാണ്. ഇവിടുത്തെ പ്രൊജക്ഷൻ വളരെ വളരെ മോശമാണിപ്പോൾ. നേരത്തെ ഞാൻ അൺടിൽ ഡോൺ എന്ന സിനിമ കണ്ടു ഈ അടുത്തായിട്ട്. അത് കഴിഞ്ഞ് ഇത് കണ്ടു. വേറെ വഴിയില്ലാത്തതുകൊണ്ട്, ഈ സിനിമ വേറെ എവിടെ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും ആദ്യം മാറ്റേണ്ട പ്രൊജക്ഷൻ അവിടത്തെയായിരുന്നു. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം സിന്നേഴ്സ് അങ്ങാണ്ട് അവിടെ ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ആ സിനിമ അവിടെ പോയി കണ്ടവർക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ബ്രൈറ്റ്നസ് വളരെ കുറവാണ്. ഓക്കെ, ഈ സിനിമ അത്രയും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കാണാൻ എന്തെങ്കിലും അതിന് ആ സിനിമയുടെ ഭംഗി കുറേയെങ്കിലും നമുക്ക് കിട്ടിയത്. ഇതിൽ രാത്രി സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. വെറുതെ ആൾക്കാരുടെ കണ്ണും പല്ലൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അത് ബ്ലാക്കൊന്നും സാധനമില്ല. വെറുതെ വൈറ്റിഷിൽ ഒരു ഗ്രേ കളറിൽ ചെറുതായിട്ട് വൈറ്റ് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്ത പോലെയാണ് ഇതിൽ ബ്ലാക്ക് കളേഴ്സ് കാണുന്നത്. അത്രയ്ക്ക് മോശം. അധപതനം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും മോശം പ്രൊഡക്ഷൻ എൻ്റെ കൊച്ചിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന്. വളരെ വളരെ മോശമാണ്. ഇതൊരു ഫ്ലാറ്റ് സ്ക്രീനാണ്, അവിടെ ഫ്ലാറ്റ് സിനിമ കളിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ സിനിമ ഞാൻ കാണുന്ന ആദ്യം ഡിസൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ ഈ സിനിമ ഭയങ്കര ഗംഭീരമാണെങ്കിൽ പോലും ഞാൻ ഈ സ്ക്രീനിൽ പോയി കാണുന്നതേ പറയില്ല. ഈ സ്ക്രീനിൽ വളരെ കളർഫുൾ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ആ ഓടി 3 എന്ന PVR ലുലുമാളിലെ സ്ക്രീൻ സെലക്ട് ചെയ്യുന്നവർക്കുള്ള വാർണിംഗ് കൂടിയാണ് ഈ വീഡിയോ. അവർ ആ പ്രൊജക്ഷൻ മാറ്റാണ്ട് അവിടെ ദൈവത്തെ ഓർത്ത് അവിടെ പോയി കാണരുത്. പ്രത്യേകിച്ചും നൈറ്റ് കാണിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ നിങ്ങളുടെ കാശ് പോയി എന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് മോശമാണ്. ഞാൻ വേണമെങ്കിൽ 2-3 ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇടാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കളർ ഇല്ല അവിടെ. അതായത് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റിഷ് ഗ്രേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇതിനു മുമ്പ് എനിക്ക് ആക്ച്വലി ഇഷ്ടമുള്ള സ്ക്രീനായിരുന്നു ഇത് ഫ്ലാറ്റ് ആക്കിയ സമയത്ത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് എക്സ്യൂമ കണ്ട മുതലാണ് ഞാൻ അവിടെ നിന്ന് സിനിമ കാണൽ വളരെ കുറച്ചത്. കാരണം എക്സ്യൂമ കണ്ടിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയായിട്ടും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ സിനിമ മുഴുവൻ നേരം രാത്രിയാണ്, ഫുൾ ഇരുട്ടത്താണ്, ഭയങ്കര വെളിച്ചമുള്ള സിനിമകൾ കുറവാണ്. ആ സിനിമ ഞാൻ നമ്മുടെ ഫോറം മോളിലെ ലെക്സ് സ്ക്രീനിൽ പോയാൽ കണ്ടത് രണ്ടാമത്. കാരണം എനിക്ക് ആ സിനിമ വലിയ കാണാൻ വേണ്ടിയാണ്. അതായത് ഒന്നുകിൽ ഇവർ ഈ പ്രൊജക്ഷൻ മാറ്റിയ 2K ലേസർ ആക്കുക. സത്യമായി 2K ലേസർ ആക്കിയേ പറ്റൂ. 12 കൊല്ലം എടുത്ത് PVR ലുലുവിന് അവിടെ ഒരു 4K ലേസർ സ്ക്രീൻ പ്രൊജക്ഷൻ കൊണ്ടുവരാം. രണ്ട് 4K ലേസർ പ്രൊജക്ഷൻ അവർ കൊണ്ടുവരാം. 12 കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കും. 12 കൊല്ലമായിട്ട് അവർ സീനൻ വെച്ചാൽ കളിച്ചിരുന്നത്. അത് രണ്ടെണ്ണമാണ് ഇപ്പോൾ 4K ലേസർ ഉള്ളത്. ഞാൻ 4K സീനൻ മോശമാണെന്നും പറയില്ല. മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത സീനനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഓടി 1ലിരിക്കുന്ന 4K സീനനാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ VDS വീര സൂര്യ 2 അത്യാവശ്യം ഇരുട്ടത്ത് നടക്കുന്ന സിനിമയാണ്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. മരണമാസം ഞാൻ കണ്ടു, അതിലും കുറേ സീനുകൾ രാത്രിയൊക്കെ തന്നെയാണ്, അവിടെ പ്രശ്നമില്ല. പക്ഷേ ഈ ഓടി 3 അൺബിയറബിളാണ് കാണാൻ. അതുകൊണ്ട് നിങ്ങൾ അവിടെയാണ് സിനിമ കളിക്കുന്നതെങ്കിൽ മാക്സിമം അവിടെ കാണാതിരിക്കുക. അവിടെയുള്ള സ്റ്റാഫിന് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്കിത് കണ്ടാൽ മനസ്സിലാവില്ലേ വളരെ മോശമാണെന്ന്. അതിപ്പോൾ ഞാൻ എക്സ്യൂമ മുതൽ അതെങ്ങനെയാണ്. അപ്പോൾ എത്ര നാളായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മോശമായിട്ടിരിക്കുന്ന അത് മാറ്റേണ്ട സമയമൊക്കെ അതിക്രമിച്ചു. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ മുടന്ത ന്യായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല.
ഇത് തന്നെ OD1 ലെഫ്റ്റ് ചാനലിൽ സ്പീക്കറിന് കുഴപ്പമുണ്ട്, ക്രാക്കിളാവുന്നുണ്ട്. അതുപോലെ OD2 അതും ഫ്ലാറ്റ് സ്ക്രീൻ ആണല്ലോ, അപ്പോൾ അതിൻ്റെ അവിടെയും റൈറ്റ് സൈഡിൽ ഒരു സീറ്റുകളില്ലാത്ത അവിടെയുള്ള ഭാഗത്തും സൗണ്ട് ക്രാക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ശരിക്കും ഇവർ കാണുവാണെങ്കിൽ ഇവർക്കത് ഹാൻഡിൽ ചെയ്യാവുന്ന ഇഷ്യൂസ് മാത്രമുള്ളതിനെ, അത് ഈ പറയുന്ന ചെറിയ ഇഷ്യൂസൊക്കെ ഈസിലി ഫിക്സ് ചെയ്യാവുന്നുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവർക്കും കൂടി തോന്നണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ലുലു മോളിലെ PVR എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം അവിടെ അത്യാവശ്യം അവർ ചെക്കൊക്കെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് കുഴപ്പങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത സ്ക്രീനിൽ കുഴപ്പമില്ല. പ്രൊജക്ഷനും സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, സീറ്റ്സിൻ്റെ കാര്യമൊന്നുമല്ല, കുഴപ്പമില്ല. ഞാൻ അത് മാത്രമാണ് പറയുന്നത്. സീറ്റ്സൊക്കെ മാറ്റേണ്ടത് വേറെ ഡിപ്പാർട്ട്മെൻറ്റല്ലേ, ടെക്നിക്കൽ സ്റ്റാഫിനോട് എനിക്ക് പറയാനുള്ള ഇതൊക്കെ നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. OD3 ശരിക്കും സിനിമ പ്ലേ ചെയ്യാൻ ഡിസർവിങ് ആയിട്ടുള്ള അല്ല അവിടുത്തെ പ്രൊജക്ടർ. വളരെ വളരെ മോശമാണ്. നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ടു നോക്ക്. അറ്റ്ലീസ്റ്റ് ഇരുന്ന് ചുമ്മാ ഒരു സിനിമ മുഴുവൻ കണ്ടു നോക്കുക. ആ സിന്നേഴ്സ് ഒന്നും കൂടി ഇട്ട് നിങ്ങളിരുന്ന് കാണും. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആൾക്കാർ ഇത്രയും കാശ് കൊടുത്തോണെന്ന് കാണുന്നത് എന്ത് മോശമായിട്ടാണെന്ന്. ശരിക്കും ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ റിവ്യൂ ഇട്ടത്. എനിക്ക് സിനിമയുടെ റിവ്യൂ ഇടണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്കറിയാം വലിയ ഡിമാൻഡുള്ള സിനിമയൊന്നും അല്ല. അപ്പോൾ ഇനി എല്ലാവരും PVR ലുലു മോളിൽ ചെക്ക് ചെയ്യുമ്പോൾ OD3 ആണെങ്കിൽ 2 വട്ടം ആലോചിച്ചിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ ആ സിനിമ ട്രെയിലർ ഒന്നും കൂടി ഇരുന്ന് കാണുക. രാത്രിയാണോ സിനിമ നടക്കുന്നത് നോക്കുക, എന്നിട്ട് കാണുക. നല്ല വെളിച്ചമുള്ള സിനിമയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കാണാൻ. അല്ലാത്ത പക്ഷം പോക്കാണ്. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ഈ സിനിമകളൊന്നും വേറൊരു സ്ക്രീനിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തിയേറ്ററിൽ തന്നെ ഒരു സിനിമ കാണുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അങ്ങനെയാണ്. ഒരുമാതിരിപ്പെട്ട സിനിമകളല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളല്ല ഞാൻ ഇവിടെ ഫ്ലാറ്റ് സിനിമകൾ ഒരിക്കലും ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്യാറില്ല. അതുകൊണ്ട് മാത്രം ഞാനിത് ഇവിടെ കണ്ടത്. കാരണം അൺടിൽ ഡോൺ ഇതിന് മുമ്പ് കണ്ടപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അൺടിൽ ഡോണിലുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൽ രാത്രിയൊക്കെയാണ് സീക്വൻസ് നടക്കുന്നത്. അതിൽ അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെളിച്ചുണ്ടായിരുന്നു. ഇത് വളരെ മോശം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ സിന്നേഴ്സ് കണ്ടവരാണ് എനിക്ക് മെയിനിൽ അറിയാം. അവിടെ സിന്നേഴ്സ് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ഇടുക. എനിക്ക് അറിയണം. കാരണം അവിടെ എനിക്ക് മാത്രമല്ല ഇത് ഫീൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ അത്ഭുതം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് OD2 എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ OD2 ഞാൻ ഈ അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര നല്ല പ്രൊജക്ഷൻ, ഗംഭീര പ്രൊജക്ഷൻ അല്ല, ഡീസൻറ്റ് പ്രൊജക്ഷനായിരുന്നു, നല്ല ബ്രൈറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ നേരെ തലടിച്ച് ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഭയങ്കര മോശം. ഇതിപ്പോൾ എത്ര നാളായി ഇതിങ്ങനെ ഇരിക്കുന്നത്. എക്സ്യൂമ കാണുന്ന മുതൽ ഇങ്ങനെയാണ്. ഇപ്പോൾ എത്ര നാളായെന്ന് നോക്കി. അറിയില്ല ഇവരത് ഫിക്സ് ചെയ്യാനൊക്കെ ഉദ്ദേശമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും നിങ്ങളാരെങ്കിലും OD3 ഈ അടുത്തായിട്ട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ താഴത്ത് കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എനിക്ക് ചോദിക്കാനുള്ള സിന്നേഴ്സ് കണ്ട ആൾക്കാരോട്. ഇവിടെ സിന്നേഴ്സ് OD3 കണ്ടവരുണ്ടെങ്കിൽ, PVR ലുലു മോൾ OD3 കണ്ടവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴത്ത് കമൻറ്റ് ഇടുക. താങ്ക് യു. ബൈ.